അളിയാണ് നീ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് എത്ര കാലമായി. ഒരാള് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാണ് ഇവിടെ വന്നപ്പോൾ അയാൾക്ക് ബെഡ് കൊടുക്കില്ല ഇവിടുത്തെ ഡോക്ടർ. അത് മര്യാദകേടാണ്. അങ്ങനെ ആൾക്കാരോട് രണ്ട് സമീപനം പാടില്ല. അവൻ ഒരു പാവമുണ്ട്, പാവം, വേറും പാവം. അവനൊരു പുതിയ ആളാണ്. അപ്പോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അവൻ ഇവിടെ വന്നിട്ട് അയ്യോ ഇങ്ങനെയൊക്കെ താങ്ങിയപ്പോൾ ഡോക്ടർ വിചാരിക്കണം അവന് ആരും ചോദിക്കാനും പറയാൻ ആരുമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുമോ? നമുക്കൊന്നും കണ്ട് പ്രതികരിക്കണം അളിയാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചേ പറ്റും. അല്ലാതെ നമ്മുടെ നാട് ശരിയാവാത്തന്നെ ഇതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. വിഷമിക്കലൊന്നുമില്ല. അത് സുവർണ്ണ. നീ എന്താ ഇവിടെ? ഞാൻ ചെറിയ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വാക്ക്. അതൊരു ചെറിയ ഡൗട്ടാണ്. അപ്പോൾ എന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചതാണ്. അതിന് മറ്റേ കാർഡ് കാണിച്ച് വീട്ടിൽ ടെസ്റ്റ് ചെയ്തുകൂടെ? ടെസ്റ്റ് ചെയ്ത് ഒരു എനിക്കൊരു ഉറപ്പില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ഒരു മാത്രമല്ല ഇവിടുന്ന് മാത്രമല്ല ബില്ല് തരുള്ളൂ. ആ റെസിപ്റ്റ് കാണിക്കാമല്ലോ നമുക്ക് ഡോക്ടറെ കാണിക്കാമല്ലോ. മെസ്സേജ് കാണിക്കാൻ. ഓക്കെ, എന്തായാലും ഇവിടെ ചെലവുണ്ട് കേട്ടാ. നന്നായി. എന്തായാലും അമ്മയുടെ തങ്കത്തിന്റെ ഒക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. അല്ലെങ്കിൽ കുറെ പേരോട് ഉണ്ടോ? പിന്നെ ഇനിയിപ്പോ അതാണ്ട ഞാൻ സുവർണകുമാറിന്റെ അതിന്റെ രണ്ടിലൊന്ന് തീരുമാനമായിട്ടേ ഇന്ന് ഞാൻ ഇവിടുന്ന് പോകും. എനിക്ക് പോകാറുന്നില്ല. എന്ത് എവിടെയാ കൂടുതലും പേര് തീർത്തണ്ടല്ലേ? ഇനിയിപ്പോ അങ്ങോട്ട് ഞാനെങ്കിൽ വീട്ടിൽ പോകണമെങ്കിൽ ഈ റിസൾട്ട് അടി പഠിച്ചിട്ട് വരുമോ? ജമന്തിയുടെ പിന്നെന്താ, അത് കുഴപ്പമൊന്നുമില്ല. മറക്കല്ലേ. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുകയല്ലേ, ചിലപ്പോൾ ഇച്ചിരി വൈകിയാലും ഡോക്ടറുടെ തീരുമാനം പോലെ ഇരിക്കും കാര്യങ്ങൾ. നിങ്ങളുടെ റിസൾട്ട് കിട്ടാനായിട്ട് എന്തായാലും ഞാൻ മേടിച്ചിട്ടേ വരുള്ളൂ. അത് പിന്നെ ആ അൻസാറിനെ വിളിച്ചിട്ട് ഒരു 10-15 പേരുമായിട്ട് നേരെ ഇങ്ങോട്ട് വരാൻ പറ. നേതാവേ, നിങ്ങളാണ് യഥാർത്ഥ നേതാവ്. ഒരു പാർട്ടിയിൽ ഇതുപോലെ എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ല. ഈ നല്ല പാർട്ടിയിൽ ഇതുവരെ പ്രവർത്തിച്ചില്ലാത്തതിന്റെ കുഴപ്പമാണ്. ആദ്യം ഭാര്യയെ സമാധാനിപ്പിക്കും, വിഷമിക്കലെന്ന് പറയാം. കുറച്ചുകൂടെ തന്റെ ഇടത്തോടെയൊക്കെ നമ്മൾ നിൽക്കണം. നമുക്ക് അടുത്ത വനിതാ പ്രതിനിധിയായിട്ടൊക്കെ നിൽക്കാനുള്ളതാണ് കേട്ടോ. ആണോ? പിന്നെ കേട്ടാ ധൈര്യം നേതാവുള്ളിടത്തുള്ള കാര്യം നമുക്ക് ഒന്നും പേടിക്കണം.